കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ശ്രീ ഡോക്ടർ രജിത് കുമാറിൻ്റെ ജനനം. ബാല്യത്തിൽ അച്ഛനെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ രജിത് കുമാറിന് അമ്മയായിരുന്നു താങ്ങും തണലും. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും തൻ്റെ മകൻ ഒറ്റപ്പെട്ടു പോവാതെ വലിയ നിലയിൽ എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇന്ന് ഡോക്ടർ രജിത് കുമാറിനെ ജനമറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ മനസ്സ്. തൻ്റെ വരുമാനത്തിൽ നിന്ന് ഏറിയ പങ്കും ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്ന ഈ മനുഷ്യൻ സമൂഹത്തിനും വലിയ മാതൃകയാണ്. ജീവിതാനുഭവങ്ങളും ബൈബിൾ തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ഡോക്ടർ രജിത് കുമാർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. നമുക്ക് കലാവാസന ഉണ്ടെങ്കിൽ പഠിത്തത്തിനോടൊപ്പം സൈഡായിട്ട് അതും കൂടെ കുട്ടികൾ കൊണ്ടുപോകണം. വെറും കലയിലേക്ക് മാത്രം പോകരുത് എന്ന് പറയാൻ കാരണം, ഒരു കൊറോണ വന്നു. ആ കൊറോണ വന്നപ്പോൾ മെയിൻ സ്ട്രീമിൽ പഠിച്ച ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് മന്ത്ലി ശമ്പളം കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നത്. കലാകാരന്മാരും കലാകാരികളിലും പലരും ആ 2 വർഷക്കാലം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ്. എൻ്റെ അർത്ഥം കലാ മെയിൻ വിഷയമായിട്ട് പഠിക്കരുതെന്നല്ല. എന്ത് പഠിച്ചാലും അതിൽ ടോപ്പായിട്ട് നിന്ന് ഒരു പെർമനൻ്റ് ഇൻകം ശമ്പളം കിട്ടുന്ന രീതിയിൽ ഒരു നല്ല പൊസിഷനിൽ എത്തിയാൽ നമ്മുടെ ലൈഫ് ഒരു പാർട്ട് വരെ സെക്യൂർ ആവും, സേഫ് ആവും. ഇല്ലെങ്കിൽ പിന്നെ പലരുടെയും കാല് പിടിച്ചും അല്ലെങ്കിൽ പലരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മളിങ്ങനെ കറങ്ങി നടക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, പഠിത്തത്തിനോടൊപ്പം കല നല്ലതാണ്, പക്ഷെ കലാപരിപാടി സൈഡായി കൊണ്ടുപോയിട്ട് അതിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ മെയിൻ സ്ട്രീമിൽ നമുക്ക് നല്ലൊരു പൊസിഷനിലൂടെ എത്താനുള്ള ഡിഗ്രികളും കൂടെ ഉണ്ടാക്കി വെക്കണം. അപ്പം നമുക്ക് 2 ഓപ്ഷനാവും, പ്ലാൻ എയും പ്ലാൻ ബിയും. അത് നടന്നില്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ അത്. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ പിന്നെ ഒരെണ്ണം ഉണ്ട് എൻ്റെ ലൈഫിൽ പ്ലാൻ ബി ഉണ്ട്. മാത്രമല്ല പ്ലാൻ സി കൂടെ ഉണ്ട്. ഡിഗ്രിക്ക് എത്തുന്നതിന് മുമ്പ് ഈ അച്ഛൻ അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ ആ സമയങ്ങളിൽ ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മ ഞാൻ എന്നാൽ ഇനി പഠിക്കാൻ പോകുന്നില്ല. ഞാൻ ബസ്സിലെ പ്രൈവറ്റ് ബസ്, നമ്മുടെ ആറ്റിങ്ങിൽ നിറയെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്, ഈ പ്രൈവറ്റ് ബസ്സിൽ കിളിയോ കണ്ടക്ടറോ അങ്ങനെ എങ്ങാനുമായിട്ട് ഞാൻ പഠിക്കാനായിട്ട് പോവാം, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ കാക്കി ഷർട്ട്, ഒരു കോക്കിയുടെ ഒരു ഷർട്ട് അന്ന് തയ്പ്പിച്ചു വെച്ചു. ഇന്നിത് എൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ബാഗിലുണ്ടാകും, ഞാൻ വെച്ചിട്ടുണ്ട് പലരെയും കാണിക്കാനായിട്ട്. അപ്പോൾ ആ കാക്കി ഷർട്ട് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, ഇനി പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് പോവാം. കാരണം വേറെ വരുമാനമില്ല, ചിലവ് ഭയങ്കര. പഠിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് അത്ര ശമ്പളമില്ല, ആരും ഞങ്ങളെ സഹായിക്കാനുമില്ല, സാമ്പത്തികമില്ല. അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് അമ്മയെ നോക്കൂല. 2 കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അമ്മ അന്നത്തെ വിപ്ലവം സൃഷ്ടിച്ച കല്യാണമാണ്. അപ്പോൾ അച്ഛനും ഇല്ല, അച്ഛനും പോയി. അമ്മയുടെ വീടുമില്ല, അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതിയും മതത്തിനും ഒക്കെ അതീതമായും എതിരായിട്ടും ഒക്കെ സംസാരിക്കേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് കുറേ നാൾ അങ്ങനെയൊക്കെ തന്നെ സഞ്ചരിച്ച് നടന്നത്. പക്ഷേ ഇന്ന് ഞാൻ അതിനൊന്നും എതിരായിട്ട് പറയില്ല. അപ്പോൾ ഈ ഒരവസ്ഥയിൽ കാക്കി ഷർട്ടും കൊണ്ട് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായി പോകാനിരുന്ന എനിക്ക് അത്ഭുതകരമായിട്ടാണ് MScക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ MSc റാങ്കോടെ പാസ്സായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി മതി, ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ ബസ്സിലെ കണ്ടക്ടർ പോകണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പാരൽ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനായിട്ട് പോവാം. പിന്നെ തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ, ഒരു കലാകാരനായതുകൊണ്ട് തന്നെ എനിക്ക് MBBS ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും 650-700ഓളം MBBS ഡോക്ടേഴ്സിനെ എൻ്റെ വീട്ടിൽ പഠിക്കാമെന്ന കുട്ടികളിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ കുറേ പേര് MBBS മാത്രമല്ല കേട്ടോ, MD ഉണ്ട്, DM ഉണ്ട്. ഇന്ന് പല മെഡിക്കൽ കോളേജുകളിലും പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലാതെ പുറത്തും ഒക്കെ ആയിട്ട് എനിക്ക് നിറയെ ഡോക്ടേഴ്സ് ഉണ്ട്. MBBS MD മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഹോമിയോ ഉണ്ട്, ആയുർവേദമൊക്കെ നിറയെ ഉണ്ട്. പിന്നെ BSc നഴ്സിംഗ് ഒക്കെ ഒരുപാടുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ട്യൂഷൻ സൗജന്യമായിട്ടും തരുന്നത് വാങ്ങിച്ചുകൊണ്ടുമൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. കലാകാരൻ, ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അത് ദൈവം തന്നൊരു പ്രത്യേക കൃപയാണ്.
ആ ഒരു കഴിവ് കൊണ്ട് എനിക്ക് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു യാത്രയിലാണ് ഇപ്പം എനിക്ക് ഒരു കാര്യം കൂടെ തെളിഞ്ഞു വരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഡിഗ്രിക്ക് മാർവൻസിൽ ചേർന്നതിന് ശേഷമാണ് രണ്ടാമത്തെ അത്ഭുതം നടക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു ബൈബിൾ പുസ്തകമുണ്ട്, ഒരു ഗീതാ പുസ്തകമുണ്ട്, ചെറിയ കുഞ്ഞ് ബുക്ക്. ഞാനത് തുറന്നു നോക്കാറും വായിക്കാറൊന്നുമില്ല. പക്ഷേ ഡിഗ്രിക്ക് മാർവൻസിൽ അവിടെ മിക്കപ്പോഴും പ്രാർത്ഥനയും കുർബാനയൊക്കെ അതിനകത്ത് തന്നെ ഒരു ചെറിയ ചർച്ച് പോലെയുണ്ട്, കുർബാനകൾ നടക്കും. അപ്പോഴും ഞാൻ ആ സമയങ്ങളിൽ പോയി നിൽക്കാറുണ്ട്. സത്യമാണ്, ആരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഞാൻ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഈ കുർബാനകളിൽ പങ്കെടുക്കും. എനിക്കൊരു പ്രത്യേക സുഖം കിട്ടിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ സ്റ്റാൻഡിൽ ബൈബിൾ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കത് വായിക്കും, മനസ്സിലാക്കും. അങ്ങനെ ഞാൻ പലരോടും പറയാൻ തുടങ്ങി. മാർവൻസിലെ ഈ പ്രാർത്ഥനകളിലും ക്ലാസ്സുകളിലും ഒക്കെ, കാരണം എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇത് കേട്ട് വരുമ്പോൾ എനിക്ക് ആ ഒരു ഡിവൈനിറ്റിയെക്കുറിച്ച് മനസ്സിലായി. ആ ഒരു ഡിവൈനിറ്റി ഒരു പക്ഷേ ആ ഒരു ടച്ച് ആവാം എന്നിലുള്ള മാനസാന്തരം ഉണ്ടാക്കിയതും, എനിക്ക് BSc ഹൈ മാർക്ക് കിട്ടിയതും, ഞാൻ MSc റാങ്കോടെ പാസ്സായതും, ദെൻ എന്നെ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ, അതൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലൊക്കെ ചെറിയ വരുമാനങ്ങളെ കിട്ടത്തുള്ളൂ. അതിൽ പോകാതെ എനിക്ക് MPhil കേരള യൂണിവേഴ്സിറ്റി കിട്ടി. അത് ഭയങ്കര അത്ഭുതകരമായിട്ടാണ് കിട്ടിയത്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ പിന്നെ നടന്നിട്ടുണ്ട്. ഞാൻ മാർവൻസിൽ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ലൈഫിൽ അത്ഭുതങ്ങളാണ് നടക്കുക. അതെൻ്റെ അടുത്തറിയാമെന്നുള്ള ഒരുപാട് പേർക്കറിയാം. ഇതെങ്ങനെ നിനക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കിന്നറിയാം. കാരണം ആ മാർവൻസിലെ ജ്ഞാനത്തിൻ്റെ ഒരു തുള്ളിയും ഒരു പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു തുള്ളിയും എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏകാഗ്രമായി പഠിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും മറ്റാരെയും ദ്രോഹിക്കാതിരിക്കാനും വിഷമിപ്പിക്കാതിരിക്കാനും ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസിൻ്റെ പോയിന്റുകൾ എനിക്ക് അവിടെ നിന്നാണ് കിട്ടി തുടങ്ങിയത്. അകം സത്യവും ശുദ്ധവുമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഉറപ്പായി ദൈവം കേൾക്കും. അന്ന് മാർവൻസിൽ എൻ്റെ അമ്മ കരയുമ്പോൾ ആ കരച്ചിൽ കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിനുള്ളിലുണ്ടായ ഉറച്ച തീരുമാനത്തിൻ്റെ മാനസാന്തരം, അതൊന്നുകൂടെ വചനം ബേസ് ചെയ്ത് പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, നീ ഇന്ന് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്കൊരിക്കലും സ്വർഗ്ഗം ലഭിക്കില്ല എന്നാ വചനം. ഈ വീണ്ടും ജനിക്കുക പോയി മരിച്ചിട്ട് വന്ന് ജനിക്കുക അല്ല എന്നുള്ളതറിയാം. അവിടെ വെച്ച് നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ച് നമുക്ക് മാനസാന്തരം വന്ന് നമ്മളൊരു പുതിയ മനുഷ്യനായി, പുതിയ വ്യക്തിയായി, നമ്മുടെ ഉള്ളിൽ ആ തോന്നലുകൾ വന്ന്, ആ സ്പാർക്ക് വന്ന്, എന്നിട്ട് നമ്മളൊരു പുതിയ ചിന്തകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോവാം. അത് നന്മ നിറഞ്ഞതാണെങ്കിൽ ഉറപ്പായും അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഒരുപാട് കുട്ടികളെ പിശാജ്, ഇബിലീസ്, സാത്താൻ, നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജി, ഇന്ന് വേണ്ട പല പേരിൽ അറിയപ്പെടുന്ന ഈ നെഗറ്റീവ് സംഗതികൾ വളച്ച് അവരെ പിടിച്ച് വലിച്ച് അവരെ അതിൽ വീഴ്ത്തി കാഴ്ചകളുടെയും വേണ്ടാത്ത പരിപാടികളുടെയും ലഹരികളുടെയും അടിമകളാക്കി മാറ്റുമ്പോൾ പല പാരൻസും അറിയാത്തൊരു കാര്യം, പല കുട്ടികളും അറിയാത്ത കാര്യം, ഇവരുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ഒരു തരി പ്രകാശമോ അല്ലെങ്കിൽ ഒരു മാനസാന്തരപ്പെടാനുള്ള ഒരവസരമോ അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് നിയോഗപരമായി അതുണ്ടായി. ആ മാനസാന്തരമാണ് ഒരുപക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവറോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറോ ആയി പോകേണ്ടിയിരുന്ന ആ 2 ജോലിയും ചെറുതല്ല. എല്ലാ ജോലിക്കും അതിൻ്റെ ഡിഗ്നിറ്റിയും എല്ലാം ഉണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഇല്ലായ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരമ്മയുടെ മകൻ ഏറ്റവും താഴെ ലെവലിൽ ജോലി ചെയ്യണമോ, ഏറ്റവും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യണമോ, ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഒരു നല്ല സ്ഥാനം കിട്ടി എല്ലാവരും സ്നേഹിക്കുന്ന തലത്തിലേക്ക് എത്തണോ എന്ന് വേണോ വേണ്ടയോ എന്ന് മക്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവ ചൈതന്യം, ആ ചൈതന്യം നമ്മളെ ലിഫ്റ്റ് ചെയ്യും, ഉയർത്താൻ തുടങ്ങും. ഒരുപക്ഷെ ആ ടേണിംഗ് പോയിൻ്റ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന
രജിത് കുമാർ. ബൈബിൾ സയൻറ്റിഫിക്കലായി വചനങ്ങളുടെ രഹസ്യങ്ങൾ എനിക്കറിയാം. പ്രത്യേകിച്ച് യേശുദേവൻ പറഞ്ഞ വചനങ്ങളുടെ പുറകിലെല്ലാം ഒരു ബയോളജിക്കൽ സയൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ എൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ എംഫിലിന് കേരള യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടി. എനിക്ക് മാത്രമാണ് കിട്ടിയത്. അത്ഭുതമാണ്. എംഫിൽ സൈറ്റോജെനറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ജെനറ്റിക്സ്, ജനിതകശാസ്ത്രം, അതിലെ സൈറ്റോജെനറ്റിക്സ്, അതിൽ ക്രോമസോമൽ അബറേഷൻ, നമ്മുടെ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഒരു കോശത്തിലെ ക്രോമസോം പൊട്ടുകയോ ബ്രേക്കേജ് അത് പൊട്ടുകയോ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുകയോ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഞാൻ എംഫിൽ എടുക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് A ഗ്രേഡോടുകൂടി എംഫിൽ എടുക്കുന്നത്. ആ എംഫിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ട്യൂഷൻ എൻ്റെ വീട്ടിൽ കണ്ടിന്യൂസ് ആയി നടക്കുന്നു. ചെറിയ രീതിയിൽ സാമ്പത്തികം വരുന്നുണ്ട്. കാരണം ട്യൂഷൻ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഉള്ളവർ തരും, ഇല്ലാത്തവർ തരില്ല, ചില കുറച്ച് തരും. എന്തായാലും അത് മുമ്പോട്ട് പോകുന്നു. എംഫിൽ കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി പഠിത്തം നിർത്താം. കാരണം ഇതൊക്കെ ചിലവുള്ള കേസാണ്. അപ്പോഴും അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എംഫിലിന് ഞാൻ പോകുമ്പോൾ എനിക്ക് വയസ്സ് 22, അതെ 22-23 വയസ്സ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് അനുഭവങ്ങളായി കഴിഞ്ഞു, ഒരുപാട് അനുഭവം. ഇനി പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പിച്ചു. ആ എംഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബി എഡിന് വിളിച്ചത്. അമ്മ പറഞ്ഞു നീ അപ്ലൈ ചെയ്യൂ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. കാരണം ബി എഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിൽ കയറിയാൽ കിട്ടുകയാണെങ്കിൽ PSC ഒക്കെ എഴുതി കയറാമല്ലോ എന്നുള്ള തലത്തിൽ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോഴോ നെടുങ്കണ്ട SN ട്രെയിനിങ് കോളേജിൽ ബി എഡിന് ആ ലിസ്റ്റിലെ ലാസ്റ്റ് നമ്പറായിട്ട് അഡ്മിഷൻ കിട്ടി. കാരണം ബി എഡ് കുറച്ച് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് കോളേജുകളിൽ. പക്ഷെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് ഡിഗ്രി മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. പിന്നെ PG അതൊരു ബോണസ് പോയിൻ്റ് ഉണ്ടാവും. പക്ഷേ ഡിഗ്രി എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ മാർക്കുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ആ ലിസ്റ്റ് ലാസ്റ്റായിട്ട് SN ട്രെയിനിങ് കോളേജിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ബി എഡിന് 1 വർഷമാണ് ബി എഡ്. വീണ്ടും ബി എഡ് പഠിക്കാൻ തുടങ്ങി. ബി എഡ് റാങ്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെ വന്നത്. കാരണം MSc റാങ്ക് വാങ്ങിച്ച അനുഭവം എനിക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് MScക്ക് റാങ്ക് വാങ്ങിച്ചതെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. MSc പന്തള NSSൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം ഭയങ്കര പഠിപ്പിസ്റ്റ്. ഇവരുടെ പഠിത്തം കണ്ടിട്ട് കലിമൂത്ത് എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കണം പഠിത്തത്തിൽ എനിക്കും എത്ര ആവാൻ പറ്റും എന്നുള്ള നിലയിൽ ഒരു ഹാർഡ് വർക്കായി. അതിൻ്റെ ഇടയിൽ കോളേജിൽ അല്പം മനപ്രയാസം ഉണ്ടാകുന്ന 1-2 ഇൻസിഡൻസ്, ചില ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു, ഓർക്കാൻ ശ്രമിക്കുന്നില്ല, ടീച്ചേഴ്സിൻ്റെ പേരും പറയുന്നില്ല. അതേസമയം മറ്റു 2 ടീച്ചേഴ്സ് എന്നെ വന്ന് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്തതിൽ അത് പ്രധാനമായിട്ടും മറ്റൊന്നുമല്ല, ഒരു സബ്ജക്റ്റ് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, ടീച്ചറിൻ്റെ പേര് ഞാൻ പറയില്ല, ബോർഡിൽ വരച്ചിട്ടപ്പോൾ എനിക്കതിലൊരു മിസ്റ്റേക്ക് പോലെ തോന്നി. ഈ മിസ്റ്റേക്ക് പോലെ തോന്നിയപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചു, ടീച്ചറെ അത് അങ്ങനെ വരുമോ, ഇങ്ങനെ ആയിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയല്ലോ. പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കുന്നത് കാണാപ്പാടം പഠിക്കില്ല, അതെനിക്കൊരു ശീലമാണ്. ഇപ്പം സിനിമയിലൊക്കെ ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ പ്രത്യേകം പറയും, ആ സംഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ അതും പറയാം, അതിൻ്റെ ആശയം അത് വിട്ടുപോകാതെ എൻ്റെ കയ്യിൽ നിന്നൂടെ പറയാം, പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പോൾ ഞാൻ കാണാപ്പാടം പഠിപ്പിച്ചിട്ടല്ല, സബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ട് എൻ്റേതായ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് റാങ്ക് കിട്ടിയത്. അപ്പോൾ ടീച്ചറിനോട് എനിക്കിങ്ങനെ തോന്നി. പക്ഷെ ഉടനെ തന്നെ ആ ടീച്ചർ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് എന്താണെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തെറ്റിദ്ധാരണ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ആ ടീച്ചർ
എന്നെ എണീപ്പിച്ച് നിർത്തി. ക്ലാസ്സിലെ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. എടുത്തിട്ട് പറഞ്ഞു, ആ രജിത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഡൗട്ട്സിനൊന്നും ആൻസർ ചെയ്യണ്ട എന്ന് HOD പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് താൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു ഫീലായി. ആ ഫീല് എന്താണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലാണ് MSCക്ക് റാങ്ക് വാങ്ങിക്കാനുള്ള ഒരു ഇന്ധനം. ഇത് ഏതുപോലെ എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് മനസ്സിലാക്കാനും പറ്റിയതും നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാത്ത ഒരു വലിയ രഹസ്യം കൂടെ പറയാം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പേപ്പർ വിറ്റും കപ്പലണ്ടി വിറ്റും ഒക്കെ നടന്നിരുന്ന ഒരു പാവം ഉമ്മയുടെയും ബാപ്പയുടെയും മകനായ ഒരു ആവറേജ് കുട്ടിയായിട്ടുള്ള ഒരു പയ്യൻ 6ാം ക്ലാസ്സിൽ ആ സ്കൂളിലെ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത്. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടി, ആ കുട്ടി ഈ ബാക്കിൽ ഇരുന്ന കുട്ടിയെ കൂടെ ഫ്രണ്ടിലേക്ക് വിളിച്ചു, നീ ബാ ഇവിടെ എൻ്റെ അടുത്തിരിക്കും, നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാം. പക്ഷെ അന്ന് ക്ലാസ്സിലേക്ക് കടന്നു വന്ന ആ ഒരു അധ്യാപകൻ ഫ്രണ്ടിലിരിക്കുന്ന ഈ കുട്ടിയെ കണ്ടിട്ട്, യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗോ ബാക്ക്, ബാക്കിൽ പോയിരിക്കൂ എന്ന് ഡയറക്ഷൻ കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ മനസ്സിനുണ്ടായ ആ മുറിവാണ് എന്നെ ഇന്ന് ബാക്കിൽ കൊണ്ടിരുത്തിയ ഈ സമൂഹത്തിൽ ഒരു നാൾ ഞാൻ 1ാമത്തെ കസേരയിൽ വന്നിരിക്കും എന്ന് പറഞ്ഞ് പഠിച്ച് എത്തിയിട്ടുള്ള നമ്മുടെ ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിത്വം. എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് ഇങ്ങനെ പറയാതെ മറ്റൊരു രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പറയുക, യു ഇഗ്നൈറ്റ് യുവർ മൈൻഡ്, യു ഇഗ്നൈറ്റ് യുവർ മൈൻഡ് എന്ന്. നമ്മൾ നമ്മുടെ മനസ്സിനെ കത്തിക്കുക, ജ്വലിപ്പിക്കുക. നമ്മൾ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ജ്വലിപ്പിച്ചാൽ നമുക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യം നേടിയെടുക്കാനായി നമ്മളത് ജ്വലിപ്പിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിലാണ് ബൈബിളിലെ വചനങ്ങൾ. ആ ബൈബിളിലെ വചനങ്ങളിൽ ഇത് യേശുദേവൻ വളരെ സിമ്പിളായി പറഞ്ഞിട്ടുണ്ട്. നിനക്കല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് പോട്ടെ എന്നോ, ഈ മരത്തിനോട് ഇവിടെ നിന്ന് പോയി കടലിപ്പതിക്കാനോ, ഈ മലയോട് ഇവിടെ നിന്ന് പോയി കടലിപ്പതിക്കാനോ നീ ആജ്ഞാപിച്ചാൽ അത് സംഭവിച്ചിരിക്കുമെന്ന്. ഇത് ഞാൻ ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചിലരെന്നെ കളിയാക്കി പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഓ, മല ഇപ്പോൾ പോയി കടലിൽ വീഴില്ലേ? ഇതാണ് പലരുടെയും ചിന്ത. പക്ഷേ ഈ മഹത്വമായ വചനങ്ങളുടെ പ്രിൻസിപ്പിൾ, തത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നവനെ അതിൻ്റെ രഹസ്യം മനസ്സിലാവും. അല്ല വചനം ചുമ്മാ കേട്ടതുകൊണ്ടും ചുമ്മാ വായിച്ചതുകൊണ്ടും ഒരു ഉപയോഗവും ഇല്ല, ആർക്കും ബലവും കിട്ടത്തില്ല. വചനങ്ങളുടെ ഉള്ളിൽ, വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ തത്വങ്ങളും രഹസ്യങ്ങളുമുണ്ട്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒരകക്കണ്ണ് തുറക്കണം. ഈ അകക്കണ്ണ് തുറക്കണമെങ്കിൽ അകത്തൊരു വെളിച്ചം വരണം. അകത്തൊരു വെളിച്ചം വരണമെങ്കിൽ അകത്ത് നല്ല ചിന്തകളുണ്ടാകണം, നല്ല കൂട്ടുകെട്ടുകളുണ്ടാകണം, കുടുംബത്തിനകത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല കൂട്ടുകെട്ടുകളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അകത്തേക്ക് വെളിച്ചം കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും വെളിച്ചം വരും. എനിക്ക് കിട്ടിയതുപോലെ ഷാർപ്പായിട്ടുള്ള ഷോക്കുകളും അടികളും. എനിക്ക് കിട്ടിയ വെളിച്ചം എങ്ങനെയാണ് ഷാർപ്പായിട്ട് കയറിയെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് വളരെ ടാക്റ്റിക്കായി, വളരെ ബ്രില്യൻ്റായിട്ട് അന്ന് ആ അച്ഛൻ, പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, ഇവനിവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം അച്ഛൻ അതാണ് അടിച്ചത്. അതൊരു തരം തലക്കടിക്കുന്ന അടി പോലെയാണ് കേട്ടത്. ഇന്ന് നമ്മൾ മക്കളെ തല്ലില്ല, വഴക്കു പറയില്ല, കുറ്റം പറയില്ല, ദേഷ്യപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ കുറേ പേരെ പോലീസാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഗുണ്ടകളാണ് അടിക്കുന്നത്. ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മക്കളെ വളർത്തുമ്പോൾ നീ നിയന്ത്രിച്ച് വളർത്തണം. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും എന്ന്. എന്നാൽ കുതിരയെ നമ്മൾ മെരുക്കി എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമായ ഒരു കുതിരയായി മാറും. ഇല്ലെങ്കിൽ അത് യജമാനെ തന്നെ ചവിട്ടിത്തേക്കും.
അതുപോലെയാണ് നമ്മൾ മക്കളെ നിയന്ത്രിച്ചും ശാസിച്ചും ശിക്ഷിക്കേണ്ട സ്ഥലമുണ്ടെങ്കിൽ ശിക്ഷിച്ചും. നീ വടികൊണ്ട് നിന്റെ പുത്രനെ തല്ലി എന്ന് വെച്ച് അവൻ മരിച്ചു പോകത്തൊന്നുമില്ല. പക്ഷേ അവൻ പാതാളത്തിലേക്ക് പതിക്കുന്നതിന് പകരം നീ അവനെ പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് നീ രക്ഷിക്കുകയാണെന്നാണ് ആ വചനം പറയുന്നത്. എത്ര പാരൻസ്, എത്ര പിള്ളേർക്ക് ഇതെന്നറിയാം? ഇന്ന് വടിയെടുക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ കൊട്ടേഷൻ ടീമുകളെ കൊണ്ടുവന്ന് പ്രിൻസിപ്പലിനെ അടിക്കുക, സാർമാരെ അടിക്കുക, കസേര കത്തിക്കുക, അപ്പനെയും അമ്മയും തല്ലുക, ഈ അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാണ്? കുട്ടിയുടെ ഉള്ളിൽ ജ്ഞാനമില്ല, ഒരു തിരി വെളിച്ചമില്ല. പണം 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 പണം, പിന്നെ സെക്സ് സെക്സ് സെക്സ്, പിന്നെ ലഹരി ലഹരി ലഹരി. നമുക്ക് തിന്നാം, കുടിക്കാം, മതിക്കാം, ഇനിയൊരു ലൈഫില്ല, നമുക്ക് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, ആഘോഷിക്കാം. അങ്ങനെ നമ്മൾ എന്തായി? പാതാളത്തിൽ നിന്നും പാതാളത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഒരു തുള്ളി പ്രകാശം ആ കുട്ടിയുടെ ഉള്ളിലേക്ക്, വ്യക്തിയുടെ ഉള്ളിലേക്ക്. അപ്പം എൻ്റെ ജീവിതത്തിൽ ആ ബേസ്, ആ മാനസാന്തരം വന്നത് മാർവേനിയസ് കോളേജിലെ ആ ഡിഗ്രിയുടെ ആ പഠന സമയത്ത് നിന്നും കിട്ടി. അതിലൂടെ എനിക്ക് ഏകദേശം ഇവിടം വരെ എത്തിച്ചേരാൻ പറ്റി. ഞാൻ പറഞ്ഞത് അടുത്തത് BEd കോളേജിൽ എത്തിച്ചേർന്ന കാര്യമാണ്. അപ്പോൾ BEd കോളേജിൽ BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ ഇൻസൾട്ട് ചെയ്ത ആ ഒരു വാക്കിൽ അത് കഴിഞ്ഞിട്ട് MScക്ക് രമ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ വന്നു, ജൂനിയർ രമ ടീച്ചർ. ആ ടീച്ചർ പന്തളം NSS കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി ചാർജ് വെച്ചിട്ട് ഇപ്പം റിട്ടയർ ചെയ്ത് ടീച്ചർ പന്തളത്ത് വീട്ടിലുണ്ട്. ടീച്ചറും ഇത് കാണുമ്പം സന്തോഷിക്കും. കാരണം ടീച്ചറാണ് അടുത്ത പീരീഡ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് നല്ല വാക്കുകൾ പകരുകയും, എന്നിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, രജിത്തിന് എന്ത് സബ്ജക്റ്റിൽ സംശയം വന്നാലും എന്നോട് വന്ന് ചോദിക്കുക, ഞാനത് മനസ്സിലാക്കി തരാം, ഞാനത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ടീച്ചർ എന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓരോ കോളേജുകളിലും ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതൊക്കെ ഉണ്ടാവും. നമ്മളെ ഹെൽപ്പ് ചെയ്തവരുടെ കാര്യം പേരും പറഞ്ഞാൽ മതിയല്ലോ. മറ്റത് അങ്ങനെയൊക്കെ ആയി അങ്ങ് പോയി എന്ന് വയ്ക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ആ രമ ടീച്ചറിൻ്റെ പേര് പറയാതെ പോയെങ്കിലും നന്ദി കേടാണ്. അപ്പം നമ്മൾ നന്ദി കേടും ഗുരുത്വക്കേടും കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വേദഗ്രന്ഥങ്ങളുടെ വചനങ്ങളുടെയും ഉള്ളിലുള്ള രഹസ്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നേരെ BEd കോളേജിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേദത്തിലേക്ക് വരാം. BEd കോളേജിൽ, വർക്കല SN ട്രെയിനിങ് കോളേജിൽ റാങ്കോടെ പാസ്സാവാൻ വേണ്ടി പഠിക്കുകയാണ്. ഈ റാങ്കാണ് പറയാൻ വന്നത്. പഠിക്കാൻ തുടങ്ങി. അപ്പോൾ MScക്ക് റാങ്ക് കിട്ടി. MPhilന് A ഗ്രേഡോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് BEd കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിക്കാൻ പഠിച്ചു തുടങ്ങി കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് എലക്ഷൻ വന്നു. ഞാൻ എലക്ഷനിൽ ജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ദൈവവിശ്വാസിയോ വേദപുസ്തകങ്ങൾ കണ്ടിന്യൂസ് വായിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. മാർവേനിയസിലെ ഒരു ചേഞ്ച് എൻ്റെ ഉള്ളിലുണ്ട്. ഡിഗ്രിക്ക് BEdന് പഠിക്കുമ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി സെലക്ട് ചെയ്യപ്പെട്ടു. ആ SFI ചെയർമാനായിട്ടാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. ഞാനൊരു രാഷ്ട്രീയത്തിലൂടെ, ഞാൻ എല്ലാ രാഷ്ട്രീയത്തിലൂടെയും പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിലൂടെയും കുറേ ഞാൻ സഞ്ചരിച്ചു. ആ സമയത്താണ് കലാപരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എനിക്കൊരു പുസ്തകം കൈ കൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, വായിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി ഒരു പേപ്പർ മടക്കി വെച്ചിരുന്നതാണ്, എടുത്ത് വായിച്ചു. വായിച്ചപ്പോഴാണ് ഞെട്ടിയത്. എന്താ സംഭവം? ഇന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലേ? അതാണ് ഒരു പ്രണയലേഖനം, ഒരു ലവ് ലെറ്ററായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു പ്രണയലേഖനം. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഞാനൊക്കെ എന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ വീട്ടിലൊന്നും ഒന്നുമില്ല, TV പോലും ഇല്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല. ഞാനും എൻ്റെ ഒരു അമ്മയേ ഉള്ളൂ. നമുക്ക് ഒരു വഴി, ഒരു ട്യൂട്ടോറിയലൊക്കെ പഠിച്ച് അങ്ങ് പോകണമെന്നുള്ളൂ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അതുകൊണ്ട് വിട്ടേരെ. അത് കേരളത്തിലെ ഒരു സ്ഥലത്തു നിന്നാണ്. അത് ജില്ല തൃശ്ശൂർ ജില്ലയാണ്. അത്ര വരെ പറയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പറയുന്നില്ല. കാരണം ഇത് ഞാൻ പല വേദികളിലും ജില്ലയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിലും ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്.
ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. കാരണം BEd അഡ്മിഷൻ കേരളം മൊത്തത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഈ ലെറ്ററിന് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലെറ്റർ വന്നു, വീണ്ടും ഒരു പുസ്തകം തന്നു. പുസ്തകം തരുമ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി അതിനകത്തൊരു സംഗതി ഉണ്ട്. രണ്ടാമത്തെ ലെറ്റർ വായിച്ചപ്പോൾ കുറച്ചുകൂടെ ഇൻറ്റിമസി തോന്നി. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പം വയസ്സ് പുള്ളിക്കാരത്തി MSc കഴിഞ്ഞ് വന്നു, ഞാൻ MSc MPhil കഴിഞ്ഞിട്ട് BEd വന്നു. അപ്പോൾ നമ്മൾ ഒരു 22-23 വയസ്സ്, 23 ആ റേഞ്ചിലേക്ക്, 24 ആ റേഞ്ചിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, കല്യാണം കഴിക്കാൻ താല്പര്യം, അതാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ വീട്ടിൽ ഞാൻ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന്. അമ്മ ചിരിച്ചു കളഞ്ഞു. എന്തായാലും ഈ തന്ന ഒരു പേജ് ലെറ്ററിനകത്ത് അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് മറുപടി വേണം എന്ന്. അപ്പം പിന്നെ ഇനി എന്താ ചെയ്യുക, മറുപടി കൊടുത്തല്ലേ പറ്റൂ. അന്ന് മുതൽ BEd റാങ്ക് വാങ്ങിച്ച് പഠിക്കാൻ പോയ ഞാൻ എഴുത്തിൻ്റെ മറുപടി എഴുതാൻ തുടങ്ങി. 1 വർഷം മാത്രമുള്ള BEd കോഴ്സ്, 10 മാസം മാത്രമുള്ള BEd കോഴ്സിൽ, ഈ കോഴ്സിൻ്റെ ഇടയിൽ ആ കുട്ടി എനിക്ക് 22 ലെറ്ററുകൾ തന്നു. ലെറ്ററുകൾ വാങ്ങലും എഴുതലും മാത്രമേ ഉള്ളൂ. ആ 22 ലെറ്ററുകൾ എന്ന് പറയുന്നത് ആ കുട്ടി തരുന്നതെല്ലാം വെള്ള ഷീറ്റ് വൈറ്റ് പേപ്പറിൻ്റെ 2 പേജ് 4 പേജൊക്കെയാണ് എഴുതി തരിക. പക്ഷെ ഞാൻ മറുപടി കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ചിരിയാണ്. ഞാൻ എഴുതുന്നത് 60 പേജ് 70 പേജ് 50 പേജാണ്. ഫുൾ ഷീറ്റ് 30 പേപ്പറിൽ 60 പേജ് എഴുതും. കാരണം എനിക്ക് വീട്ടിൽ സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ടും എൻ്റെ ഉള്ളിൽ ഇതെല്ലാം കലാകാരനുള്ള നിലയിൽ പ്രണയങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര സ്വപ്നങ്ങളുള്ളത് കൊണ്ടും ഈ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എഴുത്താണ്, രാത്രി മൊത്തം എഴുത്താണ്. ആ 24 ലെറ്ററുകൾ ഞാൻ മറുപടി കൊടുത്തു. അത് തൂക്കി നോക്കിയിരുന്നെങ്കിൽ മിക്കവാറും ഒരു 2 കിലോ ഉണ്ടാവും. ബഷീർ സാറിൻ്റെ പ്രണയലേഖനങ്ങൾ എന്ന് പറഞ്ഞ പോലെ കൊടുത്തു. കോഴ്സ് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഒരു ക്രിസ്മസ് പരീക്ഷ ആ സമയത്തൊക്കെ ആയപ്പോൾ തന്നെ അയാളോട്, പിന്നെ ഒന്നുകൂടെ പറയാൻ കേട്ടോ, ഫ്രം മൈ ഹാർട്ട്, സത്യസന്ധമായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാം, പണ്ടൊക്കെ കള്ളം പറയുമായിരുന്നു, ഇങ്ങനെയൊന്നും തൊട്ടുപോലും ആ കുട്ടിയുടെ ശരീരം നോക്കിയിട്ട്. ഇന്നൊക്കെയുള്ള ചില പ്രേമങ്ങളും പ്രണയങ്ങളും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണാറുണ്ട്. ഇപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 6 ചില പ്രണയ നാടകങ്ങളും വാഴത്തോപ്പുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പുറത്തുള്ളതും ഇന്ന് കാണുക, നാളെ പ്രണയിക്കുക, മറ്റന്നാൾ തൊടുക, ചിലപ്പോൾ മറ്റന്നാൾ തന്നെ എല്ലാം കഴിഞ്ഞ വിശുദ്ധി എല്ലാം നശിപ്പിച്ചിട്ട് കുളമാക്കി വരിക. എന്താണ് ശുദ്ധീവൃത്തി, എന്താണ് വിശുദ്ധി എന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികൾ, അതിന് പ്രാധാന്യം കൊടുക്കാത്ത കുറേ പാരൻസ്. വെറുതെ കുട്ടികളെ മാത്രം നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ബൈബിളിൽ കൃത്യമായി പറയുന്നു, നിൻ്റെ മകളെ നീ പരിശുദ്ധയായി വളർത്തുക, അല്ലെങ്കിൽ പരിശുദ്ധമായിട്ട്, അല്ലെങ്കിൽ അത്രയും പാതിവൃത്യത്തോടു കൂടി വ്യക്തികൾ, പുരുഷനായാലും ആണായാലും പെണ്ണായാലും അത്രയും അകത്ത് ശുദ്ധിയും വൃത്തിയോടും കൂടി വളർന്നാൽ അതിന് ജീനുകളിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ആ ജനിതകപരമായ കാര്യം ഞാൻ പിന്നെ പറയാം.